അല്ല, ഇന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് അവിടെ സംസാരിച്ചത് തന്നെയാണ്. ജീവനക്കാർ അവരുടെ അവകാശങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാർ ഇക്കാര്യത്തിനകത്ത് കൃത്യമായ നിലപാട് നേരത്തെ പറഞ്ഞു. റൂൾ 300 അനുസരിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ സെഷൻ്റെ സമയത്ത് മുഖ്യമന്ത്രി അവിടെ പറഞ്ഞിരുന്നു, DAയുടെ ഈ 2 ഗഡു ഈ വർഷം കൊടുക്കും, അടുത്ത വർഷം കൊടുക്കും, പെൻഷൻ്റെ ശമ്പള പരിഷ്കരണത്തോടൊപ്പം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കൊടുക്കും. ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഗവൺമെൻറ് പോസിറ്റീവായ നിലപാട് തന്നെയാണ്. അതായത് ഏറ്റവും വലിയ വെട്ടിക്കുറവ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന് നമുക്ക് കൃത്യമായ കണക്കുകൾ വെച്ചാൽ പ്രതിപക്ഷം അതൊക്കെ അംഗീകരിക്കുന്നതാണ്. ധനകാര്യ കമ്മീഷൻ അവർ കൊടുത്ത കണക്കിലും കേരളത്തിലാണ് ഏറ്റവും വലിയ വെട്ടിക്കുറവ് ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ശമ്പള പരിഷ്കരണം നടത്തിയ ഒരേ ഒരു സ്റ്റേറ്റാണ്. ബാക്കി കാര്യങ്ങൾ ചെയ്യും. അതിനകത്ത് സമരം ചെയ്യുന്ന ആളുകൾ അവരുടെ വിഷയങ്ങൾ ഉന്നയിക്കുക എല്ലാ സംഘടനയും ഉന്നയിക്കുന്നതാണ്. ഇപ്പോൾ അതിപ്പോൾ എല്ലാ സംഘടനകളും അവരുടെ കാര്യങ്ങൾ ഉന്നയിക്കും. പക്ഷെ അത് ഒരു രാഷ്ട്രീയമായിട്ട് അതിനെ ഈ ഉപയോഗിച്ച് പ്രതിപക്ഷം നടത്തുന്ന പ്രചരണം ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞുള്ളൂ. അല്ല, NGO യൂണിയനും പിന്നെ ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം ഇത് സംബന്ധിച്ച് പല ഡിമാൻഡുകളും തന്നിട്ടുണ്ട്. ഒരു സംഘടനയല്ല, സംഘടനകൾ അവരുടെ ആവശ്യം ഉന്നയിക്കും. ന്യായമായി അത് കേന്ദ്രത്തിൽ നിന്ന് തരാതിരിക്കുന്നതിനെതിരെയുള്ള വലിയ ഫൈറ്റ് കൂടി നടക്കുകയാണ്. വയനാട് പോലും അർഹമായത് തരാത്തൊരു സ്ഥിതിയാണ്. അപ്പം നമ്മളതിനകത്തൊന്നും ഡിനൈ ചെയ്യുന്നില്ല, മുൻകാലത്ത് ഇതൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞതുപോലല്ല, നമ്മൾ അക്കാര്യത്തിനകത്ത് പ്രോപ്പറായിട്ട് ആ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോയിന്റ് കൗൺസിലിന്റെ അവരല്ലേ പറയണ്ടേ? ഇന്നത്തെ CPയിലെ അല്ലല്ല, ഞാൻ പറഞ്ഞത് ജനയുഗത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ലേഖനമുണ്ട്. അത് ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞത് ഇക്കാര്യത്തിനകത്ത് ജീവനക്കാർക്ക് സമരം ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ മുദ്രാവാക്യങ്ങൾ ഉയർത്താനൊക്കെ അവകാശമുണ്ടല്ലോ ജീവനക്കാർക്ക്. അതുകൊണ്ട് ആ കാര്യം ഞങ്ങൾ അവരെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഏറ്റവും ജനവിരുദ്ധമായ നിലപാടെടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്കെതിരെയും കൂടി ഒരുമിച്ച് പോവുക. കാരണം സംസ്ഥാനത്തിന് കിട്ടേണ്ടതിൻ്റെ നേർപകുതി പോലും കിട്ടുന്നില്ല. അത് എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ഞാൻ കണക്ക് പറയുന്നതല്ല. ഞാനിത് പറയുന്നത് ധനകാര്യ കമ്മീഷൻ്റെ മുമ്പിൽ 16ാം ധനകാര്യ കമ്മീഷൻ്റെ മുമ്പിൽ കേരളത്തിലെ പ്രതിപക്ഷം ഉൾപ്പെടെ നൽകിയ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന് കിട്ടാനുള്ളത് വാങ്ങിയെടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ മറ്റു സ്ഥലത്തെ പോലെ ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യാതിരിക്കുന്നില്ല. PSC അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ എവിടെയില്ല. കേരളത്തിൽ 34,000 പേരെ അപ്പോയിൻറ്റ് ചെയ്തപ്പോൾ ഇന്ത്യയിൽ ആകെ കൂടി എല്ലാ സംസ്ഥാനം കൂടി അപ്പോയിൻറ്റ് ചെയ്തത് 62,000. ഇത് അപ്പോൾ അതാണ് സ്ഥിതി. അപ്പോൾ നമ്മൾ ജീവനക്കാർക്കെതിരായിട്ടുള്ള നിലപാടില്ല, അടുത്ത തലമുറയ്ക്കെതിരായിട്ടുള്ള നിലപാടില്ല, പുതിയ ആളുകളെ എടുക്കണം, അതിനകത്തൊന്നും നിലപാടിന് യാതൊരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഈ ഒരു സ്ഥിതിയിൽ സംസ്ഥാനത്തിന് നൽകാനുള്ളത് പോലും കിട്ടാതിരിക്കുമ്പം 57,000 കോടി രൂപയാണ് കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് നിന്ന് 2ാം പിണറായി സർക്കാരിൻ്റെ സമയം വന്നപ്പോഴേക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറവ് വന്നത്. പിന്നെ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തര വരുമാനം ധാരാളമായി വർദ്ധിപ്പിച്ചിട്ടാണ് പിടിച്ചു നിൽക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ വർഷം തന്നെ 5,000 കോടി രൂപയാണ് DAയുടെ വർധന ഈ വർഷം മാത്രം കൊടുത്തത്. അത് കൊടുത്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനിയും കൊടുക്കാനുണ്ട്. അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കില്ല എന്നുള്ള അഭിപ്രായം ഗവൺമെന്റിനില്ല. ഈ സ്പോർട്സ് ഹോസ്റ്റലുകൾക്ക് പൈസ കൊടുക്കാം, അതൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പൊതുവെ ഇല്ല. അതേതായാലും ഇപ്പോൾ കേരളത്തിൽ നേരത്തെ ഒരു വലിയ വാർത്ത വന്നിരുന്നു, ഇന്ന വകുപ്പിൽ നിന്ന് പൈസ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ധനകാര്യ വകുപ്പിൽ നിന്ന് അനുവാദം കിട്ടിയിട്ടില്ല. ആ വാർത്ത വരുന്ന ദിവസം അങ്ങനൊരു ഫയല് ധനകാര്യ വകുപ്പ് വന്നിട്ടേ ഇല്ല. വലിയ ഹെഡിങ് മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് വന്ന അങ്ങനൊരു ഫയല് പോലും വന്നിട്ടില്ല. ഹോസ്റ്റലുകൾക്ക് പൈസ കൊടുത്തിട്ട് 13 മാസം. അല്ല, അത് അങ്ങനെയൊന്നും അത്തരം കാര്യങ്ങളിലൊന്നും ഒരു തടസ്സവുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതത് വകുപ്പുകളിൽ നോക്കേണ്ടതാണ്. അതിന് ഞാനീ പറയുന്ന ഉത്തരവാദിത്വത്തോടെ പറയുന്നതാണല്ലോ. ഈ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു തടസ്സവുമില്ല. 1ാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഒരു വർഷം നമ്മൾ ചെലവാക്കിയിരുന്നത് 1,12,000 കോടി രൂപയാണ്. ഇത്രയും കട്ടിങ് വന്നിട്ട് ഇപ്പോൾ ഒരു വർഷം ശരാശരി ചെലവാക്കുന്നത് 1,60,000 കോടിയാണ്.